ദൈവനാമത്തിന്റെ മഹത്വം. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. നാം വിശ്വസിക്കുന്ന നമ്മുടെ ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒരു പ്രത്യേകത ദൈവത്തിന് സംസാരിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇതര മതത്തിലെ വിശ്വാസങ്ങൾക്കപ്പുറത്ത്, ദൈവിക സങ്കല്പങ്ങൾക്കപ്പുറത്ത് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ഒരു പ്രത്യേകത, ദൈവത്തിന് ശബ്ദം പുറപ്പെടുവിക്കുവാൻ നമ്മോട് സംസാരിക്കാൻ കഴിയും എന്നുള്ളതാണ്. ആ സംസാരം നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്നത്തെ സന്ദേശം നിങ്ങൾക്കുള്ളതാണ്. ഇത് ശ്രദ്ധിച്ച് കേൾപ്പാനും ദൈവിക ഇടപെടലുകൾ, ശബ്ദങ്ങൾ തിരിച്ചറിയുന്നതിനും മുഖാന്തരമായി ഇത് മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാം. ഇന്ന് ഈ വചന സന്ദേശത്തിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. തുടർമാനമായി നിങ്ങൾ ശ്രദ്ധിപ്പാനും, ശ്രവിപ്പാനും, സ്നേഹിപ്പാനും, സഹകരിപ്പാനും ദൈവം നിങ്ങൾക്ക് അവസരം തരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവത്തിന് സംസാരിക്കാൻ കഴിയുമോ? ദൈവം എങ്ങനെ സംസാരിക്കും? ഏതെല്ലാം ചാനലുകളിൽ കൂടെയാണ് ദൈവത്തിന് സംസാരിക്കാൻ കഴിയുന്നത് എന്നാണ് നാം ചിന്തിക്കുന്നത്. സാധിക്കും. ദൈവത്തിന് പ്രധാനമായും 7 വിധത്തിലൂടെ, 7 വിധ ചാനലിൽ കൂടെ മനുഷ്യനോട് ഇടപെടാൻ കഴിയുമെന്നും സംസാരിക്കാൻ കഴിയുമെന്നും തിരുവചനത്തിലൂടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതിന്റെ പ്രധാനമായ ഭാഗം എന്ന് പറയുന്നത് ഒരു ഓഡിബിൾ വോയിസ് ആയിട്ട്, കേൾക്കാൻ പറ്റുന്ന ശബ്ദമായിട്ട് ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ പറ്റും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് നാച്ചുറൽ കൂടെ, സിറ്റുവേഷനിൽ കൂടെ, പ്രകൃതിയിലൂടെ അല്ലെങ്കിൽ സാഹചര്യത്തിൽ കൂടെ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ പറ്റും. 3, മറ്റുവിധ മാധ്യമങ്ങളിലൂടെ, ബന്ധങ്ങളിലൂടെ എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയാകാം, പ്രവാചകനാകാം, ദൂതനാകാം, ഇനി അതൊരു ജീവിയാകാം. ഇനി 4ാമത്തെ ഭാഗം എന്ന് പറയുന്നത് സ്വപ്നത്തിലൂടെ, ദർശനത്തിലൂടെ, വെളിപ്പാടുകളിലൂടെ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ പറ്റും. 5ാമത് ദൈവത്തിന് നമ്മൾ സംസാരിക്കാൻ പറ്റുന്നത് ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ്, തിരുവചനത്തിലൂടെ ദൈവത്തിന് നമ്മോട് സംസാരിക്കാൻ പറ്റും. 6ാമത് പരിശുദ്ധാത്മാവിലൂടെ, ഹോളി സ്പിരിറ്റിൽ കൂടെ ദൈവത്തിന് നമ്മോട് സംസാരിക്കാൻ പറ്റും. 7ാമത് ത്രൂ ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിലൂടെ ആ പിതാവായ ദൈവത്തിന് തന്റെ ശബ്ദത്തെ നമ്മളിലേക്ക് എത്തിക്കാനും അയക്കാനും പറ്റും. ഈ 7 വിധ അനുഭവങ്ങളിൽ കൂടി നമുക്ക് കടന്നു പോകേണ്ടതുണ്ട്. വ്യത്യസ്തമായ ആഴമേറിയ തിരുവചന അനുഭവത്തിലേക്ക് ഇതെല്ലാം നിങ്ങളെ ഇറക്കുമെന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ സുദീർഘമായ ഒരു പഠനത്തിലേക്ക് ഇന്ന് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു അരോചകത്വമാകും എന്ന് തിരിച്ചറിവ് കൊണ്ട് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് പല പാർട്ടുകളെ നിങ്ങൾക്ക് ഈ വചനം പഠിപ്പാനും, ചിന്തിപ്പാനും, ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാനും കഴിയട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. നമുക്ക് പ്രാരംഭമായി കാണാൻ കഴിയുന്ന ദൈവത്തിന്റെ ശബ്ദം എന്ന് പറയുന്നത് ഓഡിബിൾ വോയിസ് ആയിട്ടാണ്. കേൾക്കാൻ കഴിയുന്ന ഡയറക്റ്റ് ശബ്ദമായിട്ട് നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്ന ദൈവിക ശബ്ദത്തെക്കുറിച്ചാണ് ഇന്ന് നാം പ്രാരംഭമായി പഠിക്കാൻ താല്പര്യപ്പെടുന്നത്. ഇതുവരെ ദൈവശബ്ദം നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഈ വചനം പറഞ്ഞു തീരുന്നതിന് മുൻപേ നിങ്ങൾ പ്രാർത്ഥിക്കുക, ഒരുങ്ങുക. ദൈവശബ്ദം നിങ്ങളിലേക്ക് എത്തുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ സാഹചര്യങ്ങളെ തിരിക്കുന്ന, നിങ്ങളുടെ കുറവുകളെ പരിഹരിക്കുന്ന, നിങ്ങളുടെ അനുഭവങ്ങളെ പുറത്തെടുക്കുന്ന ദൈവിക ഇടപെടലുകൾ, ദൈവശബ്ദം നിങ്ങൾ അനുഭവിക്കും എന്നുള്ളത് തീർച്ചയാണ്. ദൈവശബ്ദം കേൾക്കുന്ന മനുഷ്യർ അല്ലെങ്കിൽ മനുഷ്യരോട് ഇടപെടുന്ന ദൈവിക ശബ്ദത്തെക്കുറിച്ചാണ് പ്രധാനമായും നാം ചിന്തിക്കുന്നതെങ്കിൽ പോലും നമുക്ക് തിരുവചനത്തിൽ നിന്നും കാണാൻ കഴിയുന്ന പ്രഥമ ദൈവിക ശബ്ദം എന്ന് പറയുന്നത് മനുഷ്യനോടല്ല. ആദ്യമായി ദൈവം സംസാരിക്കുന്നത് ശൂന്യതയിലേക്കാണ്. ശൂന്യതയോടാണ് ദൈവം സംസാരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നത് പോലെ സൃഷ്ടിക്കുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്നത് ഒന്നുമില്ലാത്ത അനുഭവത്തിൽ നിന്ന് ചിലതൊക്കെ ഉരുവായി വരികയാണ് ചെയ്യുന്നത്. ഇല്ലായ്മയിലേക്ക് ദൈവിക ശബ്ദം അയച്ച് ചിലതിനെ ഉണ്ടാക്കുന്ന ദൈവിക അനുഭവമാണ് പ്രാരംഭമായി ആ ശബ്ദത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവം ഇല്ലെന്ന് പഠിപ്പിക്കുന്ന, വിശ്വസിക്കുന്ന ഒരു മേഖലയിൽ നിന്ന് ബിഗ് ബാങ് തിയറിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഒരു വലിയ സ്ഫോടനത്തിൽ നിന്ന്, ഒരു വലിയ ശബ്ദത്തിൽ നിന്നാണ് ഈ ഭൂമിയും അല്ലെങ്കിൽ ഈ പ്രപഞ്ചവും ഉത്ഭവിച്ചത് എന്ന് പഠിപ്പിക്കുന്ന ആ പഠനത്തിൽ നിന്ന് ഞാൻ കേട്ടൊരു സന്ദേശം ഇങ്ങനെയാണ്: അത് സത്യമാണ് എന്നുള്ളതാണ്. ഒരു വലിയ സ്ഫോടനാത്മകമായ ശബ്ദത്തിൽ ഈ ഭൂമിയും പ്രപഞ്ചവും ഉണ്ടായി എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ, അങ്ങനെ വിശ്വസിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യം, ഒരു പക്ഷേ അങ്ങനെ ഒരു ശബ്ദമായിരുന്നുവെങ്കിൽ അത് വേർഡ് ഓഫ് ഗോഡ് ആയിരിക്കും. ദൈവത്തിന്റെ വായിൽ നിന്ന് വന്ന ആ ശബ്ദമായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിയാൻ നമുക്കും പറ്റണം. അങ്ങനെ ശൂന്യതയിലേക്ക് പുറപ്പെടുന്ന ദൈവത്തിന്റെ ശബ്ദത്തിൽ നിന്നും പുറത്തു വരുന്ന ദൈവിക അനുഭവങ്ങളും ദൈവത്തിന്റെ കൈവേലകളുമാണ് നമുക്ക് ആ ശബ്ദത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത്. രണ്ടാമത്തെ ശബ്ദം നമുക്ക് ആ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ കഴിയുന്നത്
നാം നമ്മുടെ സ്വരൂപത്തിൽ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന് ദൈവം തന്നെ പറയുന്നതാണ്. ദൈവം തന്നോട് തന്നെ സംസാരിക്കുന്ന ഒരു ഭാഗമാണ്, ഒരു ശബ്ദമാണ് നമുക്ക് രണ്ടാമത് തിരിച്ചറിയാൻ കഴിയുന്നത്. മൂന്നാമത്തെ മേഖലയാണ് ദൈവം മനുഷ്യനോട് സംസാരിച്ച് തുടങ്ങുന്നത്. ആദാമിനെ സൃഷ്ടിച്ചാക്കി ഏദൻ തോട്ടത്തിൽ ആക്കിയതിനു ശേഷം അവന്റെ കൂടെ നടക്കുന്ന, അവനോടുകൂടെ സഹവർത്തിക്കുന്ന, സംഭാഷിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ആദാമിൽ നിന്നും തുടങ്ങിയതും ഒടുവിൽ പൗലോസിൽ ചെന്ന് എത്തുന്ന അനുഭവങ്ങളിൽ കൂടെ ഒരുപാട് ജീവിതങ്ങളിലൂടെ ദൈവം ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ദൈവശബ്ദം ഡയറക്റ്റ് കേൾക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏദൻ തോട്ടത്തിൽ ദൈവത്തോട് ചേർന്ന് കൂടെ നടന്ന ആദാമിനോട് സംസാരിച്ച ദൈവിക ശബ്ദം മുതൽ ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്കിനോട് ദൈവം സംഭാഷിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അബ്രഹാമിനെ വിളിച്ചിറക്കുന്ന സമയത്ത് അബ്രഹാമിനെ വിളിച്ചിറക്കുന്ന ഒരു ദൈവിക ഇടപെടലുകൾ മോശയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മോശയെ വിളിച്ചിറക്കുന്ന ദൈവിക അനുഭവങ്ങൾ, ഉറക്കത്തിൽ ദൈവം ഇടപെടുന്ന ശമൂവേലിന്റെ ജീവിത അനുഭവങ്ങൾ, ഏലിയാവിനെ വിളിക്കുന്ന ദൈവിക ശബ്ദം, ഒരു ചുഴലിക്കാറ്റിൽ യോബിനോട് ഇടപെടുന്ന ദൈവിക ശബ്ദം, യേശുവിന്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് 3 പ്രാവശ്യം മുഴങ്ങിക്കേൾക്കുന്ന സ്വർഗത്തിൽ നിന്നും പുറപ്പെടുന്ന ദൈവിക ശബ്ദങ്ങൾ, ഒടുവിലായി കൃത്യസമയത്ത് പൗലോസിനെ വിളിച്ച് വേർതിരിക്കാൻ വേണ്ടി ആകാശത്ത് നിന്ന് ഇടിമുഴക്കം പോലെ മുഴങ്ങിക്കേൾക്കുന്ന ദൈവിക ശബ്ദം. ഇങ്ങനെ പല മേഖലകളിൽ മനുഷ്യനോട് ഡയറക്റ്റ് ഇടപെടുന്ന ദൈവിക ശബ്ദത്തെ നമുക്ക് തിരുവചന അടിസ്ഥാനത്തിൽ തിരിച്ചറിയാൻ കഴിയും. ഓരോ വ്യക്തികളുടെ ഇടപെടലുകളിലും നമുക്ക് വിശദമായി വിശകലനം ചെയ്യാൻ ഒരുപാട് അനുഭവങ്ങളുണ്ട് കേട്ടോ. അതിനൊന്നും സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തുകയാണ്. ഇയ്യോബിന്റെ ജീവിതത്തിൽ സകലതും തകർത്ത് കളഞ്ഞ അതേ ചുഴലിക്കാറ്റിൽ നിന്ന് തന്നെ ദൈവം ഇയ്യോബിനോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. യേശുവിന്റെ ജീവിതത്തിൽ 3 പ്രാവശ്യം മുഴങ്ങി കേൾക്കുന്ന ശബ്ദത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരുന്നു. ഒന്ന്, യേശുവിന്റെ സ്നാന ശുശ്രൂഷയുടെ സമയത്ത് ആകാശത്ത് നിന്ന് മുഴങ്ങി കേൾക്കുന്ന ഒരു ശബ്ദം. 2, മറുരൂപ മലയിൽ ഇവരുടെ പ്രത്യക്ഷതയിൽ ഇവർക്ക് രൂപാന്തരം സംഭവിക്കുമ്പോൾ കേൾക്കുന്ന ഒരു ശബ്ദം. ഇനി മൂന്നാമത് ഒരിക്കൽ കൂടെ ഈ ശബ്ദം മുഴങ്ങിയിട്ടുണ്ട്. അതെപ്പോഴാണ് നിങ്ങൾക്കറിയാമോ? ഇല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു ഹോംവർക്കായി നിങ്ങൾ ചിന്തിച്ച്, നിങ്ങൾ പഠിച്ചിട്ട് അതിന് ഉത്തരം കണ്ടെത്തി നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്. ദൈവത്തിന് മനുഷ്യനോട് സംസാരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ അനുഭവങ്ങളിൽ കൂടെയെല്ലാം വളരെ കൃത്യമായി വ്യക്തമാക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ എന്നോടും നിങ്ങളോടും ദൈവത്തിന് സംസാരിക്കാൻ പറ്റും. നാം ഇന്ന് പഠിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, ദൈവം സംസാരിക്കുന്ന പലവിധ ചാനലുകളിൽ 7 ചാനലുകളിൽ ഒരു ചാനലാണ് ഡയറക്റ്റ് ഓഡിബിൾ വോയിസ് ആയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ദൈവിക ശബ്ദം എന്നുള്ളത്. ഈ ദൈവിക ശബ്ദത്തെ പ്രധാനമായും 2 രീതിയിൽ നമുക്ക് തിരിക്കാൻ പറ്റും. ഒന്ന്, പബ്ലിക് വോയിസ്. 2, പ്രൈവറ്റ് വോയിസ്. പല സാഹചര്യങ്ങളിലും ഒരു പബ്ലിക്കായി ഒരു ലൗഡ് വോയിസ് കേൾക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൂടാതെ വ്യക്തമായി ഇടപെടേണ്ട സാഹചര്യങ്ങളിൽ ഇടപെടേണ്ട വ്യക്തികളോട് മാത്രം പ്രൈവറ്റായി ഇടപെടുന്ന ദൈവിക ശബ്ദവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പബ്ലിക് വോയിസുകൾ ദൈവത്തിൽ നിന്ന് പലപ്പോഴും പുറപ്പെടുന്നത് മേജർ ഇവന്റുകൾ സംഭവിക്കാൻ സാധ്യതയുള്ളപ്പോഴാണ്. അത് പവർഫുൾ ആണ്, ഫിയർഫുൾ ആണ്. എന്നാൽ പ്രൈവറ്റ് വോയിസ് എന്ന് പറയുന്നത് എല്ലാവർക്കും കേൾക്കാൻ കഴിയണമെന്ന് നിർബന്ധമില്ല. അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. ദർ ഈസ് നോ കൺഫ്യൂഷൻ, ഇറ്റ് വിൽ ബി എ കൺഫർമേഷൻ. മൃദുവായി സംസാരിക്കുന്നതായിരിക്കും, അത് ക്വയറ്റായി ശാന്തമായി സംസാരിക്കുന്നതായിരിക്കും. നമുക്ക് പലപ്പോഴും തിരുവചനത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന പ്രൈവറ്റ് വോയിസുകൾ അങ്ങനെയാണ്. ഒരിക്കൽ ഏലിയാവിനോട് സംഭാഷിക്കാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ഗുഹയ്ക്ക് പുറത്തു വന്ന് നിൽക്കാൻ അവനോട് കൽപ്പിച്ച് അവൻ പുറത്തു വന്ന് നിൽക്കുമ്പോൾ പാറയെ പിളർക്കുന്ന നിലയിലുള്ള ഒരു വലിയ കൊടുങ്കാറ്റ് വരികയും കൊടുങ്കാറ്റിൽ യഹോവയില്ലായിരുന്നു. അതിനുശേഷം വരുന്ന ഭൂകമ്പത്തിലും യഹോവയില്ലായിരുന്നു. എന്നാൽ അതിനുശേഷം വരുന്ന തീയിലും യഹോവയില്ലായിരുന്നു. ഒടുവിലായി ഒരു മൃദുസ്വരം കേൾപ്പിച്ച് ഏലിയാവിനോട് സംസാരിക്കുന്ന ഒരു ദൈവിക ശബ്ദത്തെ, സാന്നിധ്യത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. മൃദുവായി സംസാരിക്കുന്ന ദൈവിക ശബ്ദങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ വേദനയിൽ, നിങ്ങളുടെ നിരാശയിൽ, നിങ്ങളുടെ തകർച്ചയിൽ, ഇടുക്കങ്ങളിലെല്ലാം സോഫ്റ്റായി, ക്വയറ്റായി, ജെന്റിലായി നിങ്ങളോട് ഇടപെടുന്ന ദൈവിക ശബ്ദത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ? ഉറപ്പായും നിങ്ങൾക്കത് കേൾക്കാൻ കഴിയും. ഈ പ്രൈവറ്റായി ദൈവം സംസാരിക്കുന്ന ഇടപെടലുകൾ, ദൈവിക ശബ്ദങ്ങൾ പുറത്തു വരുന്നത് പലപ്പോഴും നമ്മുടെ ഒരു ഗൈഡൻസിന് വേണ്ടിയായിരിക്കും. ചില കാര്യങ്ങളിൽ നമ്മളെ ഡയറക്ഷൻ തരാൻ വേണ്ടിയായിരിക്കും. ആർക്കും സംസാരിക്കാൻ പറ്റാത്ത ചില അനുഭവങ്ങളിൽ ദൈവത്തിന് നിങ്ങളോട് വ്യക്തമായി, കൃത്യമായി സംസാരിക്കാൻ കഴിയും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. മറ്റ് യാതൊരു സാധ്യതകളുമില്ലാതെ നിങ്ങൾ നിൽക്കുന്ന ചില മേഖലകളിൽ ദൈവത്തിന് നിങ്ങളോട് സ്പെസിഫിക്കായി, സ്പെഷ്യലായി ചിലത് സംസാരിക്കാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ഒരുക്കി കൊടുക്കുമെങ്കിൽ നിങ്ങൾക്ക് ആ ശബ്ദം കേൾക്കാൻ കഴിയും. ഈ പ്രൈവറ്റ് എൻകൗണ്ടറിന്റെ, ഈ പ്രൈവറ്റ് വോയിസിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് റൈറ്റ് ടൈമിലാണ് പുറത്തു വരുന്നത് എന്നുള്ളതാണ്. മോശ കേട്ട ഒരു ശബ്ദം
ഒരു ഡെലിവറൻസിന്റെ സമയമാകുമ്പോൾ അവനോട് ഇടപെടുന്ന ഒരു പ്രൈവറ്റ് കോളിംഗ് ആണ്, പ്രൈവറ്റ് വോയിസ് ആണ്. അബ്രഹാമിന്റെ ജീവിതത്തിലും അബ്രഹാമേ അബ്രഹാമേ എന്ന് ദൈവം അവനെ വിളിക്കുന്നത് ആ റൈറ്റ് ടൈമിലാണ്. അബ്രഹാം ഇസഹാക്കിനെ യാഗപീഠത്തിൽ കിടത്തി അവൻ കടാര ഉയർത്തി നിൽക്കുമ്പോൾ വിളിക്കുന്ന അബ്രഹാമേ അബ്രഹാമേ എന്ന ഒരു ശബ്ദമുണ്ട്. ലാസ്റ്റ് മൊമെന്റിൽ വെളിപ്പെടുന്ന ദൈവിക ശബ്ദങ്ങൾ എപ്പോഴും ഈ റൈറ്റ് ടൈമിലാണ് ദൈവത്തിന്റെ റൈറ്റ് കോളിങ്ങുകൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നത്. അത് നിങ്ങളുടെ ഉദ്ധാരണത്തിന് കാരണമായി മാറും. നിങ്ങളുടെ റൂട്ടിനെ തിരിച്ചുവിടുന്ന, പ്രോപ്പറായി നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന, നിങ്ങൾ എന്ത് സ്റ്റെപ്പ് ഇനി എടുത്തു വെക്കണമെന്ന് നിങ്ങളോട് സ്പെസിഫിക്കായി പറയുന്ന ആ ശബ്ദം നിങ്ങൾ കേൾക്കട്ടെ. ഇനി ഈ പ്രൈവറ്റ് വോയിസിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങളോട് മാത്രം സംസാരിക്കുന്ന ഒരു ശബ്ദമാണെങ്കിൽ പുറത്ത് നിന്നുള്ളവർക്ക് ഇത് കേൾക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് വാസ്തവം. ശമൂവേലിനോട് ഈ ശബ്ദം ദൈവം സംസാരിക്കുമ്പോൾ ഏലിയോട് ചെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കേട്ടില്ല എന്ന് ഏലി പറയുമ്പോൾ, ഒരു വ്യക്തിയോട് പ്രൈവറ്റായി ദൈവത്തിന് സംസാരിക്കാൻ സാഹചര്യം ഒരുക്കപ്പെടുമ്പോൾ നിങ്ങൾ മാത്രം കേൾക്കുന്ന ഒരു ശബ്ദമുണ്ടോ എന്നുള്ളത് മറന്നു പോകരുത്. ശൗലിനെയും ദൈവം വിളിച്ച് വേർതിരിക്കാൻ നേരത്ത് വഴിയാത്രയിൽ വലിയൊരു പ്രകാശമായി ശൗലിന് മുൻപിൽ വെളിപ്പെടുമ്പോൾ ദൈവം അവനോട് സംസാരിക്കുമ്പോൾ അവൻ മാത്രം കേൾക്കുന്ന ഒരു ശബ്ദവും കൂടെ നിൽക്കുന്നവർക്ക് ഒരു ഇടിമുഴക്കം പോലെ വെളിപ്പെടുന്ന ശബ്ദവുമായി അത് വരുമ്പോൾ ദൈവത്തിന് നിങ്ങളോട് മാത്രം പ്രൈവറ്റായി ക്രിസ്റ്റൽ ക്ലിയറായി ചിലത് സംസാരിക്കാനുള്ളപ്പോൾ നിങ്ങൾക്ക് മാത്രമായിരിക്കാം അത് വെളിപ്പെട്ട് വരുന്നത്, നിങ്ങൾക്ക് മാത്രമായിരിക്കാം അത് തിരിച്ചറിയാൻ കഴിയുന്നത്. നാളുകളായി കാത്തിരിക്കുന്ന ആഗ്രഹിക്കുന്ന ചില മേഖലകളിൽ ദൈവത്തിന് ഇടപെടാൻ ഒരു സമയമായിട്ടുണ്ട് എന്ന് ഈ വചനത്തിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കുമ്പോൾ കാത്തിരിക്ക്, പ്രാർത്ഥിച്ച് പ്രാപിക്ക്. ഇതുവരെ കേൾക്കാത്ത ചില ശബ്ദങ്ങൾ നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങിക്കേൾക്കും. ഇനി ഈ പ്രൈവറ്റായി കേൾക്കുന്ന ശബ്ദത്തിന് മറ്റൊരു പ്രത്യേകത, ഇത് ക്ലിയർ ആയിരിക്കും, ഇത് ഷാർപ്പായിരിക്കും, ഇതൊരു പ്രത്യേക സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയുള്ളതായിരിക്കും. ഇങ്ങനെ ഒരു ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഒരു സ്പെഷ്യൽ കോളിംഗ്, ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി നിങ്ങൾക്കൊരു ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ, കഷ്ടതകൾ, പ്രതിസന്ധികൾ, ശൂന്യതകൾ, അത് നിങ്ങളോട് സ്പെസിഫിക്കായി സ്പെഷ്യലായി ദൈവത്തിന് ഇടപെടാൻ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഇനി ദൈവം നിങ്ങളോട് ഡയറക്റ്റ് ആയിട്ട് ഒരു ശബ്ദമായി സംസാരിക്കാൻ ആഗ്രഹിച്ചാൽ അതൊരു കൺഫ്യൂഷൻ ആയിരിക്കില്ല, അതൊരു കൺഫർമേഷൻ ആയിരിക്കും. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ കേട്ട വചനത്തിലൂടെ ഒരു ഓഡിബിൾ വോയിസ് കേൾക്കാൻ നിങ്ങളെ തന്നെ പ്രാപ്തരാക്കുമോ, നിങ്ങളെ തന്നെ ഒരുക്കി കൊടുക്കുമോ? ഈ വചന സന്ദേശത്തിലൂടെ പ്രാരംഭ ഭാഗത്തിൽ ഓഡിബിളായി ശബ്ദമായി ഒരു വോയിസായി സംസാരിക്കുന്ന ദൈവിക ഇടപെടലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയണം. ഇതുവരെ നിങ്ങൾക്ക് ആ ദൈവശബ്ദം കേൾക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നാം പഠിക്കുന്ന 7 വിധത്തിലുള്ള ചാനലുകളിൽ പ്രധാനമായ ഒരു ചാനൽ ദൈവത്തിന് എന്നോട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ദൈവിക ശബ്ദത്തിലൂടെ ഒരു ഓഡിബിൾ വോയിസ് ആയിട്ട്, അതൊരു ലൗഡ് വോയിസിനപ്പുറത്തും പ്രൈവറ്റായി ഇടപെടുന്ന, പേഴ്സണലി എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ആ ശബ്ദം കേൾക്കാനായി ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കുക. മറ്റാരോടും ഇടപെടാത്തതുപോലെ സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി അപ്രോപ്രിയേറ്റ് ടൈമിൽ നിങ്ങളോട് സംസാരിക്കുന്ന ആ ദൈവിക ശബ്ദം നിങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചു തുടങ്ങട്ടെ. ശൂന്യതയിൽ നിന്ന് പുറപ്പെട്ട ആ ശബ്ദം സൃഷ്ടിപ്പിലേക്ക് ചിലതിനെ കൊണ്ടുവന്നതുപോലെ ദൈവത്തോട് തന്നെ സംസാരിക്കുന്ന അനുഭവത്തിൽ കൂടെ ഒടുവിലായി മനുഷ്യനോട് സംസാരിച്ച് തുടങ്ങുന്ന ഇടത്ത് നിന്നും യേശുവിലൂടെ പൗലോസിൽ എത്തി നിന്ന് ആ ഡയറക്റ്റ് കോളിംഗ് നിങ്ങൾക്ക് വേണ്ടി ചലിച്ചു തുടങ്ങാൻ സമയമായി എന്ന് ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അതിനുവേണ്ടി ഒരുങ്ങുക, പ്രാർത്ഥിക്കുക, പ്രാപിക്കുക. അടുത്ത സന്ദേശം കേൾക്കുന്നതിന് മുൻപ് ഒരു പുതിയ അനുഭവത്തിലേക്ക്, ഒരു പുതിയ സാഹചര്യത്തിലേക്ക് ദൈവം സാധ്യതകളെ തുറന്ന് നിങ്ങളെ ദൈവം ഒരു അനുഗ്രഹമായി മാറ്റട്ടെ. ദൈവത്തിൽ നിന്നും ഓഡിബിളായി കേൾക്കുന്ന പ്രൈവറ്റ് കോഡിങ്ങുകൾ, പ്രൈവറ്റ് വോയിസ് പലപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം എന്നുള്ളതല്ല, അതൊരു ജനത്തെ വിടിവിച്ചെടുക്കാൻ, ഒരു കൂട്ടത്തെ നയിക്കാൻ, വലിയ ദൈവിക പദ്ധതിയുടെ വക്താവാക്കി നിങ്ങളെ മാറ്റാനായിരിക്കാം. അതുകൊണ്ട് ഒരു പ്രൈവറ്റ് കോളിംഗ് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ചിലരെ ഉദ്ധരിക്കുന്ന മേഖലകളിലേക്ക് സാഹചര്യങ്ങൾ ദൈവം തിരിക്കട്ടെ. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. ഈ ശബ്ദത്തിന്റെ അടുത്ത ഭാഗം കുറച്ചുകൂടെ വ്യക്തമായി, കൃത്യമായി നമുക്ക് കൂടുതൽ പഠിപ്പാൻ ദൈവം അവസരങ്ങളെ തരട്ടെ. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുമെങ്കിൽ തുടർമാനമായ ചില ചിന്തകളും നിങ്ങൾക്കുള്ള വചന സന്ദേശങ്ങൾ കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ.